ദാറ്റ്സ് ഗുഡ്. പിന്നെ മിസ്റ്റർ ബദ്രി, ഗസ്റ്റിന് കൊടുക്കേണ്ട മര്യാദയൊന്നും നിങ്ങളുടെ പിയേക്ക് അറിയില്ല എന്നുണ്ടോ? സോറി മാഡം, ജസ്റ്റ് എ മിനിറ്റ്. കോട്ട് ഒന്നുകൂടി ശരിയാക്കിയിട്ട് ദക്ഷയുടെ ചോദ്യത്തിനൊരു സോറിയും പാസാക്കി പുറത്തേക്ക് ഇറങ്ങാൻ നിന്ന മഹിയെ ദക്ഷ തിരികെ വിളിച്ചു. മഹിയോടല്ലല്ലോ ഞാനതിന് പറഞ്ഞത്, ഈ നിൽക്കുന്ന ബദ്രിയുടെ അസിസ്റ്റന്റിനോടല്ലേ. എന്താ അയാളുടെ കയ്യിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആൻവിയുടെ നേരെയായി അവളുടെ ചോദ്യം. ഞാനോ എന്നുള്ള ഭാവത്തിൽ അവൾ ബദ്രിയെയും ദക്ഷയെയും മാറി മാറി നോക്കി. ദേഷ്യം കൈചുരുട്ടി കൺട്രോൾ ചെയ്തു. അവളെ ഒന്ന് തുറച്ചു നോക്കി ആൻവി പുറത്തിറങ്ങി. ബദ്രിക്ക് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നുമില്ലെങ്കിലും മഹിക്കത് നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. മോളെ ആൻവി, നിനക്ക് എന്നെ കൊണ്ട് ഇടയ്ക്കിടെ പണി തന്ന് വെള്ളം കുടിപ്പിക്കണം അല്ലേ? ഇനി നീ കുറച്ച് വെള്ളം കുടിക്കും. മഹി മനസ്സിൽ അതും പറഞ്ഞു. ഇനി വരാൻ പോകുന്നത് ആലോചിച്ച് ഊറിച്ചിരിച്ചു. ബദ്രിയുടെ ജീവിതം ആൻവി നശിപ്പിച്ചതാണെന്ന് മഹി മനസ്സിലാക്കിയ അന്നു മുതൽ അവൾക്കിട്ട് പണിയാൻ പറ്റിയ ഒരവതാരത്തെ കാത്തിരിക്കുകയായിരുന്നു. അതിന് പറ്റിയാൾ ദക്ഷയാണെന്നോർക്കെ അവന് ചിരി വരുന്നുണ്ടായിരുന്നു. കോഫി. തന്നോട് കോഫിയാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞോ ഞാൻ? ഞാൻ ഈ ടൈമിൽ ജ്യൂസാ കുടിക്കാറ്. പോയി അത് കൊണ്ടുവാ. ശക്തിയിൽ അവൾക്ക് തന്നെ കോഫി കപ്പ് കയ്യിൽ വെച്ചുകൊടുത്ത് ദക്ഷ തിരിഞ്ഞിരുന്നു. ബദ്രിയെ നോക്കിയപ്പോൾ ബദ്രി ഞാൻ ഈ നാട്ടുകാരനെ അല്ല എന്ന മട്ടിൽ ഫോണിൽ നോക്കിയിരുന്നു. എല്ലാം കൊണ്ടും ആൻവിക്ക് ദേഷ്യമടക്കാൻ പാടുപെട്ടു. ആ ബദ്രി, ഇവിടെ ഇപ്പോൾ മഹിയും ഈ നിൽക്കുന്ന സ്റ്റാഫും ഉണ്ടല്ലോ. എന്താ തൻ്റെ പേര്? ആദ്യം ബദ്രിയോടും പിന്നെ ആൻവിയോടുമായി ചോദിച്ചു. ആൻവി ജേക്കബ്. ആ ആൻവി, അതെന്താ രണ്ടുപേരും തൻ്റെ പി എ ആണോ? അല്ല മാഡം, ഞാനാണ് സാറിൻ്റെ പി എ. ആൻവി മാഡം വെറുതെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഇരിക്കുന്നയാ. ബദ്രിയും അത് തന്നെയാണ് പറയാൻ വന്നത്. എന്നിരുന്നാൽ മഹി ദക്ഷയോടായി പറഞ്ഞു. ആൻവി ദേഷ്യത്തിൽ മഹിയെ നോക്കിയതും അവനൊന്ന് നിഷ്കളങ്കമായി ഇളിച്ചു കൊടുത്തു. ഓഹോ, അപ്പോ വെറുതെ ഇരിക്കുകയാണോ? എന്നാ ഇന്നു മുതൽ അത് വേണ്ട. ആൻവി ഇന്നു മുതൽ എൻ്റെ പി എ ആവട്ടെ. അപ്പോൾ എനിക്കും ഒരു കംഫർട്ട് ആവും. ബദ്രിക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഏയ് ഇല്ല. ആസ് യുവർ വിഷ്. ബദ്രി കൂടെ അത് പറഞ്ഞതും ദക്ഷ ഒന്ന് ചിരിച്ചു. ആൻവിക്ക് കൊടുക്കാനുള്ള പണി ഓർത്തുകൊണ്ട്. ഈ റനക്ക് വട്ടാണെന്ന് തോന്നുന്നു കൃഷ്ണ. ഇതുവരെ തോന്നാത്ത പേടിയും ടെൻഷനും ഒക്കെ ആയിപ്പോ. അങ്ങേരുടെ അടുത്തേക്ക് പോകുമ്പോൾ പെണ്ണോരോന്ന് ഇല്ലാത്തത് എന്തിനാ പറയണേ? അച്ചു എന്തോ പറയുന്നുണ്ടെങ്കിലും ശിവയുടെ ശ്രദ്ധ അവിടെയൊന്നുമല്ല. വിരലുകൾ വൃതിയിൽ പൊട്ടിച്ച് കൈ അമർത്തി തിരുമ്മി ഓരോന്നാലോചിക്കുന്നുണ്ട്. അവളുടെ മറുപടിയൊന്നും കേൾക്കാഞ്ഞിട്ട് അച്ചു ഒന്ന് തല ഉയർത്തി നോക്കി. ശിവ, കാൻ യു ഹിയർ മീ? പെട്ടെന്നുള്ള അച്ചുവിൻ്റെ ചോദ്യത്തിൽ അവളൊന്ന് ഞെട്ടി. യെസ് സർ. ഓഹോ, അപ്പോ ഞാൻ ഇത്ര നേരം പറഞ്ഞത് താൻ കേട്ടിരുന്നോ? എന്നാ കേക്കട്ടെ. എന്താ ഞാൻ പറഞ്ഞത്? കയ്യിലിരുന്ന ഫയൽ ടേബിളിൽ എറിഞ്ഞു അവൾക്ക് നേരെ മാറിൽ കയ്യും കെട്ടി നിന്ന് അവൻ ചോദിച്ചു. സത്യത്തിൽ ഇവിടെ വന്ന് അവൻ്റെ അടുത്ത് നിൽക്കാൻ തുടങ്ങിയതു മുതൽ ശിവച്ചൻ പറഞ്ഞതും റന പറഞ്ഞതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുമായിരുന്നു പണി. അത് ഞാൻ. തനിക്ക് വിക്കു ഉണ്ടായിരുന്നോ? ശിവയുടെ അടുത്ത് മാത്രമേ താൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുള്ളൂ എന്ന് അച്ചു വീണ്ടും ഓർത്തു. അതവനിൽ ചെറിയൊരു പുഞ്ചിരി വിരിയിച്ചു. വീണ്ടും കളിയാക്കി ചോദിക്കുന്നത് കണ്ട് അവൾക്ക് ദേഷ്യം വന്നു. അവനെ ഒന്ന് തുറച്ചു നോക്കി അവളൊന്ന് ശ്വാസം വലിച്ചു വിട്ടു. സോറി സർ, ഞാൻ ശ്രദ്ധിച്ചില്ല. വേറെ എന്തോ ആലോചനയിലായിരുന്നു. അതെനിക്കും തോന്നി. എന്താ, എനിക്ക് തോന്നുന്ന പോലെ നിനക്ക് എന്നോട് എന്തെങ്കിലും ഫീലിങ്സ് തോന്നുന്നുണ്ടോ? അച്ചുവിൻ്റെ കള്ളച്ചിരിയോടെയുള്ള ചോദ്യം കേട്ട് ശിവ ഒന്ന് ഞെട്ടി. കണ്ണിപ്പോ പുറത്തു ചാടും എന്നുള്ള ഭാവത്തിൽ പുറത്തേക്ക് വന്നു. എന്താ ഉദ്ദേശിച്ചേ? പെട്ടെന്ന് അവൻ്റെ നാവിൽ നിന്ന് അത് വീഴുന്നതാ. ഇനി എന്തു പറയുമെന്ന് ആലോചിച്ച് നിന്നപ്പോഴാ പെട്ടെന്ന് ഓർമ്മ വന്നത്. താൻ എന്നെ അന്ന് അടിച്ചില്ലേ എല്ലാവരുടെയും മുന്നിൽ വെച്ച്? അന്നു മുതൽ നിനക്കിട്ട് എങ്ങനെ ഒരു പണി തരും എന്നാലോചിച്ച് തല പുകയ്ക്കുമായിരുന്നു. അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ തൻ്റെ ഇൻ്റർവ്യൂ വീഡിയോ കാണുന്നത്. അപ്പോൾ ഒരാഗ്രഹം, എന്നെ അടിച്ചവൾ തന്നെ ഇനി അങ്ങോട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണമെന്ന്. അതിനുവേണ്ടി എൻ്റെ പി എ ആക്കി. ഇപ്പോഴും എനിക്ക് നിന്നോടുള്ള ദേഷ്യം എന്ന ഫീലിംഗ് കുറഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോൾ നിനക്കും എന്നോട് അതേ ദേഷ്യം എന്ന ഫീലിംഗ് ഉള്ളതുപോലെ തോന്നുക. അതുകൊണ്ട് ചോദിച്ചയാ. അല്ല, താൻ എന്താ ഉദ്ദേശിച്ചേ? എങ്ങനെയോ പറഞ്ഞൊപ്പിച്ച് അവസാനം ഒരു ചിരിയോടെ അവളോട് ചോദിച്ചു. അതിന് നിന്ന് വിൽക്കുന്നുണ്ട്. അവളുടെ കളി കണ്ട് അച്ചു ചിരിയടക്കാൻ പാടുപെട്ടു. ഞാനും അത് തന്നെയാ വിചാരിച്ചേ. അത്രയും പറഞ്ഞ് മുന്നോട്ട് നടക്കാൻ പോയതും എന്തോ ഒരു ബോധത്താൽ അച്ചു അവളെ കൈപിടിച്ച് വലിച്ചിരുന്നു. അതെന്തിനാ എന്നത് അവനും അറിയില്ല. അവൻ്റെ നെഞ്ചിൽ തട്ടി നിൽക്കുന്ന ശിവയെ കാണെ അവന് അവൻ്റെ ഹൃദയമിടിപ്പടക്കാൻ കഴിയാത്ത പോലെ. അടുത്ത നിമിഷം തന്നെ അച്ചുവിൻ്റെ കൈ അവളുടെ അരയിൽ ചുറ്റിയിരുന്നു. ഞെട്ടലോടെ അവൾ തല ഉയർത്തി. ഓ സോറി.
ഞാൻ പെട്ടെന്ന് അറിയാതെ സമയം താമസിച്ചതുകൊണ്ട് വേഗം ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങിയ അല്ലി പാർക്കിങ്ങിൽ വെച്ച് ആരെയോ ഇടിച്ചു. പെട്ടെന്നായതുകൊണ്ട് തന്നെ ഇടികൊണ്ടയാൾ ബാക്കിലേക്ക് വീഴാൻ പോയി. എങ്ങനെയോ ബാലൻസ് ചെയ്ത് പിടിച്ചു നിന്നു. ഏയ്, ദാറ്റ്സ് ഓക്കെ. അറിഞ്ഞുകൊണ്ടാരും ഇടിക്കില്ലല്ലോ. അവൾ അങ്ങനെ പറഞ്ഞതും അല്ലി ഒന്ന് ചിരിച്ചു കൊടുത്തു. എന്താ ഇവിടെ നിൽക്കുന്നേ? പിറകിൽ നിന്ന് ആരോ അതും പറഞ്ഞ് അവളുടെ അടുക്ക വന്നതും അല്ലി തിരിഞ്ഞു നോക്കി. മഹിയൊരു ചിരിയോടെ അല്ലിയെ മറികടന്ന് ആ പെണ്ണിന്റെ അടുത്തു പോയി. ഇത് അന്ന് കണ്ട ആള് തന്നെയല്ലേ എന്ന് സംശയിച്ചു നോക്കിയെങ്കിലും മഹി അവളെ ചന്തയിൽ വെച്ച് കണ്ട ഭാവം പോലും മുഖത്ത് കാണിക്കുന്നില്ല. അവനില്ലാത്ത പരിചയം എനിക്കെന്തിനാ എന്ന് മനസ്സിൽ പറഞ്ഞ് മഹിയൊന്ന് പുച്ഛത്തോടെ നോക്കി അല്ലി നടന്നു. അവളെ കൊണ്ടുവിട്ടെങ്കിൽ എന്നെ ഒന്ന് ഫ്ലാറ്റിലാക്കി തന്നാലും. അല്ലി നടന്നകലുന്നത് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നത് കണ്ട് അവൾ മഹിയോടായി പറഞ്ഞു. അവളുടെ സംസാരം കേട്ട് അവനൊന്ന് തലചൊറിഞ്ഞു. അവൾക്ക് നേരെ ഇളിച്ചു കൊടുത്തു. ആഹാ, എന്താ ചിരി? അപ്പോ ഇതാണല്ലേ ഇവിടെ തന്നെ താമസിച്ചാൽ മതിയെന്ന് പറഞ്ഞു കൊണ്ടുവന്നത്? ഇതാവുമ്പോ എന്നും കാണാലോ അല്ലേ? എനിക്ക് മാത്രമല്ല, നിനക്ക് കാണേണ്ട ആളും ഇവിടെ തന്നെയുണ്ട്. മഹി പറഞ്ഞതും അവളൊരു സംശയത്തോടെ നോക്കി. ശിവാനി? റിയലി? ഉം. അല്ലിയുടെ കൂടെയാ താമസം. നിനക്ക് കാണണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതുകൊണ്ടാ. അല്ല, നീ എന്തിനാ അവളെ കാണുന്നേ? പ്രത്യേകിച്ച് ഒന്നുമില്ല. കാണണം. പറ്റുമെങ്കിലൊന്ന് സംസാരിക്കണം. അതിനൊന്ന് മൂടി റൂം നമ്പർ കാണിച്ചു കൊടുത്ത് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞ് മഹി ഇറങ്ങി. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട, എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം. എൻ്റെ പൊന്നു മഹി, ഇപ്പോഴും നീ എന്നെ ഇങ്ങനെ കെയർ ചെയ്യല്ലേ. ഞാൻ വളർന്നു. ഇപ്പം ഞാൻ നിന്റെ ബോസാ, അത് മറക്കണ്ട. ആഹാ, ബോസൊക്കെ അവിടെ ഓഫീസിൽ. ഇവിടെ എൻ്റെ ചങ്ക് ദക്ഷ എന്ന് ദച്ചു. അത് മതി കേട്ടോ. അവളുടെ കവിളിൽ തട്ടി അതും പറഞ്ഞ് അവൻ ഇറങ്ങി. അവൻ പോകുന്നതും നോക്കി നിന്ന് ദക്ഷ ഒരു ചിരിയാലെ ഉള്ളിലേക്ക് കയറി. മഹിയുടെ ഉറ്റ സുഹൃത്ത് ദക്ഷ ഇന്ദ്രജിത്ത്. പ്ലേ സ്കൂൾ മുതലേയുള്ള സൗഹൃദം. പരസ്പരം എന്താവശ്യമുണ്ടെങ്കിലും ഓടിയെത്തുന്ന മിത്രങ്ങൾ. ദക്ഷയുടെ അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് മഹി ബദ്രിയുടെ കമ്പനിയിൽ ജോബുമായി വരുന്നത്. മഹി വഴി ദക്ഷയും ഇപ്പോൾ ബദ്രിയുടെ അടുത്തെത്തി. റൂമിലേക്ക് കയറിയൊന്ന് എല്ലായിടവും നോക്കി. മഹിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്ക്രോളിംഗ് ബാഗ് തുറന്നതും എല്ലാത്തിനും മുകളിലായി ബദ്രിയുടെ ഫോട്ടോ കണ്ടു. ഒന്ന് ചിരിച്ചു. അതെടുത്ത് അവിടെ ഒരു ആണിയിൽ കുരുത്തു. തൻ്റെ പ്രണയം, ചെറുപ്പം മുതൽക്കേയുള്ള തൻ്റെ പ്രാണൻ. പഠിക്കുന്ന സമയത്ത് ബദ്രിയുടെ ഓരോ കാര്യവും അച്ഛൻ വഴി അറിയുമ്പോൾ ആവേശമായിരുന്നു. എന്നാലും ഒരിക്കലും ഇഷ്ടം പറഞ്ഞ് അങ്ങോട്ട് ചെല്ലണമെന്നോ സ്നേഹിക്കാൻ നിർബന്ധിക്കണമെന്നോ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശിവയുമായുള്ള വിവാഹം നടന്നപ്പോഴും മനസ്സിനെ പാകപ്പെടുത്തിയത്. പക്ഷെ പിന്നീട് ബദ്രി ജീവിതത്തിന് മുന്നിൽ പരാജയപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. അല്ലേലും നമ്മളുടെ ഹൃദയം കവർന്നൊരു മനുഷ്യൻ്റെ ചെറിയൊരു വേദന പോലും നമുക്ക് നൊമ്പരം തരുന്നതാകും. ഒന്നുകിൽ അവരെ ഒന്നിപ്പിക്കണം, അല്ലെങ്കിൽ ഇനി മുതൽ ബദ്രിനാഥ് ഈ ദക്ഷയ്ക്ക് സ്വന്തം. രണ്ടാമത്തേത് നടന്നാൽ മതിയെന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചവൾ ഒരു ചിരിയോടെ ഫ്രഷാവാൻ കയറി. അരയിൽ അച്ചുവിൻ്റെ കൈ മുറുക്കിയപ്പോൾ അവൾ ഒരു പിടച്ചിലോടെ അവനെ നോക്കി. കണ്ണുകൾ തമ്മിൽ കുരുത്തു. പിൻവലിക്കാൻ തോന്നാത്ത തരത്തിൽ അവളുടെ നോട്ടം അവൻ്റെ വികാരത്തെ ഉണർത്തുന്ന തരത്തിലുള്ളതായിരുന്നു. തൻ്റെ ശരീരത്തിലുള്ള മാറ്റം അവളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ലാവണ്ടറിൻ്റെ മത്ത് പിടിപ്പിക്കുന്ന മണം അവളുടെ നാസികയിൽ ഒഴുകിക്കൊണ്ടിരുന്നു. എ സിയിൽ പോലും രണ്ടുപേരും വിയർക്കുന്നുണ്ടായിരുന്നു. അച്ചുവിൻ്റെ ശ്വാസം തൻ്റെ മേലടിക്കുന്നതിനനുസരിച്ച് ശിവയുടെ കൈകൾ അവൻ്റെ ഷർട്ടിൽ മുറുകി. മുഖമാകെ ഓടി നടന്ന അവസാനം അവൻ്റെ മിഴികൾ അവളുടെ അധരത്തിൽ തങ്ങി നിന്നു. അതിനേക്കാൾ അവളുടെ തുടുത്ത കവിളിൽ കഴുത്തിലായി പറ്റിപ്പിടിച്ചിരുന്ന അവളുടെ വിയർപ്പിൽ അവൻ്റെ വിരലുകൾ പതിഞ്ഞതും പിടച്ചിലൂടെ ശിവ ഒന്ന് ഞെട്ടി. അവനെ ശക്തിയിൽ പിന്നിലേക്ക് തള്ളി ടേബിളിൽ തട്ടി നിന്നാച്ചു വീഴാതിരിക്കാൻ രക്ഷയ്ക്കെന്നോണം അവിടെ പിടിച്ചതും പ്രത്യേക മോഡലിൽ ചെയ്തു വെച്ചിരുന്ന ഗ്ലാസ് ക്രാഫ്റ്റിൽ കൈയുടക്കി. ആ! ഗ്ലാസ് പൊട്ടി കയ്യിൽ കുറച്ച് ചില്ലുകൾ തറച്ച് ബാക്കി ഭാഗം അവിടേക്ക് ചിതറി. അവൻ്റെ കയ്യിൽ നിന്നും ഒഴുകുന്ന ചോരയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മുറിവിൻ്റെ ആഴം. അച്ചുവിൻ്റെ വേദന കലർന്ന വിളി കേട്ടെങ്കിലും എന്തുകൊണ്ടോ തിരിഞ്ഞു നോക്കാനാകാതെ ശിവ ക്യാബിൻ തുറന്ന് പുറത്തേക്കോടി. ഛേ, ഞാൻ എന്താ ചെയ്ത്? എന്നെപ്പറ്റി എന്ത് കരുതിയിട്ടുണ്ടാവും? എന്നാലും എനിക്കിതെന്താ പറ്റിയേ? തലക്ക് കൈകൊടുത്ത് അവൻ്റെ പ്രവർത്തികളെ അവന് തന്നെ പഴിച്ചുകൊണ്ടിരുന്നു. അച്ചുവിൻ്റെ പ്രവൃത്തി ശിവയെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. മനസ്സിലെന്തോ ഭാരം പോലെ തോന്നി അവൾക്ക്. റന പറഞ്ഞതൊക്കെ സത്യമാണോ? അവളുടെ മനസ്സ് സംഘർഷം നിറഞ്ഞതായിരുന്നു. അച്ചു, ഡാ, എന്താ പറ്റിയേ? കൈ എങ്ങനെയാ മുറിഞ്ഞേ? തറയിൽ പൊട്ടിയ ചില്ലും ഇറ്റിറ്റ് വീഴുന്ന ചോരയും ആനയെ കൂടുതൽ ടെൻസ്ഡാക്കി. ആവലാതിയോടെ അവൻ്റെ കയ്യിൽ മുറിവ് ക്ലീൻ ചെയ്യുമ്പോഴും അച്ചു കാര്യം പറഞ്ഞിരുന്നില്ല. പറയുമ്പം അറിയാം എന്ന് കരുതി അവനും ഒന്നും ചോദിച്ചില്ല. റന, ഈ ഫോട്ടോ നിനക്ക് എങ്ങനെ കിട്ടി? ഞാൻ നിന്നോടാ ചോദിക്കുന്നേ. ഐശുവിൻ്റെ ഫോട്ടോ എങ്ങനെ നിന്റെ കയ്യിൽ വന്നു?
ഇടത് കൈമുട്ടിൽ ശക്തിയായി പിടിച്ചു വലിച്ച് അവനോട് ചേർത്ത് നിർത്തി. കരഞ്ഞു കലങ്ങിയ കണ്ണുകൊണ്ട് അവൾ ഹാനിയെ നോക്കി. അത് തെല്ലൊരു വിഷമം അവൻ്റെ മനസ്സിൽ വന്നെങ്കിലും കാര്യം അറിയണമെന്നുണ്ടായിരുന്നു. പറ റന, നിനക്കെങ്ങനെ ഐശുവിനെ അറിയാം? എൻ്റെ അച്ഛനെ ചതിച്ചവളാവൾ. അവളെ നീ വാക്കുകൾ മുറിഞ്ഞു പോയിട്ടും എങ്ങനെയോ കൂട്ടിച്ചേർത്ത് പറയുന്ന ഹാനിയെ ബാക്കി പറയുന്നതിന് മുന്നേ റന അവളുടെ കൈകൊണ്ട് അവൻ്റെ വായ മൂടിയിരുന്നു. പെട്ടെന്ന് തന്നെ അവനെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ അങ്ങനെ പറയല്ലിക്ക, എൻ്റെ ഇത്തു ചതിച്ചിട്ടില്ല ആരെയും. അവൾക്കതിന് കഴിയില്ല. ജീവന തുല്യം സ്നേഹിച്ചിട്ടേ ഉള്ളൂ അച്ചുസാറിനെ അവളുടെ അച്ചേട്ടന്. തേങ്ങിക്കരഞ്ഞുകൊണ്ട് തൻ്റെ മാറിൽ മുഖം പൊഴുത്തി കരയുന്ന റനയുടെ വാക്കുകളെ അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഐശു റനയുടെ ഇത്തു ആണോ? അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം? അങ്ങനെ പല ചോദ്യങ്ങളും മനസ്സിൽ കുമിഞ്ഞുകൂടി. എന്നാൽ ഇതൊക്കെ കേട്ടുകൊണ്ട് ഒരു മറക്കപ്പുറം ശിവയുമുണ്ടായിരുന്നു. എന്തുകൊണ്ടോ അച്ചുവിനെ സ്നേഹിക്കാൻ ഒരാൾ ഉണ്ടെന്നുള്ളത് അവളിൽ വിഷമം നിറച്ചു. അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് തന്നോട് അച്ചു ഇങ്ങനെ പെരുമാറി എന്നുള്ള ചോദ്യം അവളിൽ വന്നു. 10ാം വയസ്സിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഐഷുവും റനയും പിന്നീട് ജീവിച്ചത് അടുത്തുള്ള അനാഥാലയത്തിലായിരുന്നു. ഒരുപാട് ബന്ധുക്കൾ ഉണ്ടായിരുന്നിട്ട് കൂടി അവരെ ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. തങ്ങൾക്കൊരു ബാധ്യതയാവുമോ എന്നെല്ലാവരും ഭയന്നു. തൻ്റെ 7 വയസ്സുള്ള അനുജത്തിയെ ആരുടെ മുന്നിലും തോറ്റുകൊടുക്കാതെ നല്ല അന്തസ്സായി തന്നെ അവൾ വളർത്തി വന്നു. അതിനുവേണ്ടി പഠനം കഴിഞ്ഞാൽ ജോലിക്ക് പോയും മറ്റും അവൾ ജീവിച്ചു പോന്നു. പതിവ് പോലെ ഒരു ദിവസം ജോലി കഴിഞ്ഞ് തിരികെ വരുന്ന വഴിയാണ് കുറച്ചാളുകൾ അവളെ ഉപദ്രവിക്കുന്നത്. ഒറ്റയ്ക്ക് അവരെ നേരിടാൻ ഐശുവിന് അന്ന് കഴിഞ്ഞിരുന്നില്ല. അവരുടെ മുന്നിൽ അടിയറവ് വെക്കേണ്ടി വരുമോ എന്നുള്ള ഭയം അവളിൽ നിറഞ്ഞു. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അന്നവിടെ വെച്ച് അവളെ ഒരാൾ രക്ഷിച്ചു. മറവിലൊളിച്ചിരുന്ന ഐശുവിനെ തേടി വന്ന ആളുകൾ അറിയാതെ ഒരാളെ പോയി ഇടിച്ചു. പിന്നീട് അവിടെയുണ്ടായ അടിയിൽ അയാൾ വന്ന ആളുകളെയെല്ലാം അടിച്ചോടിച്ചു. അന്ന് രക്ഷപ്പെട്ട് തിരികെ വന്നെങ്കിലും തന്നെ രക്ഷിച്ച ആളോട് നന്ദി പറയണം എന്നവൾ ആഗ്രഹിച്ചിരുന്നു. ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിട്ടും താൻ ആഗ്രഹിച്ച മുഖം പിന്നീട് അവൾക്ക് കാണാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെയാണ് അവൾ കോളേജിൽ വെച്ച് താൻ ഇത്രയും നാളും തേടി നടന്ന ആളെ കാണുന്നത്.